സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ദേശീയപാത തകർന്നുകൂടെ കൂരാട് എന്ന സ്ഥലത്താണ്. മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലിട്ടോ. ഇവിടെ ദേശീയപാതയുടെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 4-5ഓളം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന സൈഡിലെ ആ ഒരു പാലത്തിന് മുകളിലാണ്. പാലത്തിന്റെ പണികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. പിയർ ക്യാപ്പിന്റെ മുകളിൽ ഗാഡർ വെക്കാനുണ്ടായിരുന്നു. അവസാന വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ 2 സ്പാൻ ഇടയിൽ ഗാഡർ വെക്കാനുണ്ടായിരുന്നു. ഇന്ന് കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു. ഇപ്പോൾ ദാ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാസ്റ്റിക് പാഡ് പറഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. മാസ്റ്റിക് പാഡ് ഈ ഒരു ഓരമുള്ള സാധനം കേട്ടോ. ഇതിന്റെ മെയിൻ ഗുണം എന്താ വെച്ചാൽ ഇത് ബിറ്റുമിൻ കോൺക്രീറ്റ് ഇതിൽ പിടിക്കുക എന്നത് മാത്രമല്ല, ഇത് ഒരു വാട്ടർ പ്രൂഫിംഗ് കൂടിയാണ്. ഇത് ബിറ്റുമിൻ കോൺക്രീറ്റ് ഇതിൽ പിടിക്കാനും അതേപോലെ തന്നെ ഈ നമ്മൾ ടാറിങ് ചെയ്യുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഈ ഒരു ടാറിങ്ങിലൂടെ അടിയിലേക്ക് ഇറങ്ങി കോൺക്രീറ്റ് നശിച്ചു പോകാതിരിക്കാനും ഇത് സഹായിക്കും. ഇതൊരു വാട്ടർ പ്രൂഫിംഗ് പോലത്തെ ഒരു സംഭവമാണിത് മാസ്റ്റിക് പാഡ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ സൈഡിലുള്ള ക്രാഷ് ബാരിയർ കണ്ടില്ല ഞങ്ങൾ, സാധാ നമ്മളെ 1.20 ആ ഒരു രീതിയിലുള്ള സാധാ ക്രാഷ് ബാരിയർ, ഹൈവേയിലുള്ള ക്രാഷ് ബാരിയർ ആണ്. പക്ഷേ ഈ സൈഡിലുള്ള ക്രാഷ് ബാരിയർ കണ്ടെങ്കിൽ ഇത് മീഡിയയിലുള്ള ഡിവൈഡർ ഇതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടെങ്കിൽ ഇത് ഈ സൈഡിലും അതേപോലെ തന്നെയാണ്. ആ സൈഡിൽ കോൺക്രീറ്റ് ബാരിയറിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടി ഏകദേശം ഒരു 100 മീറ്റർ ഉണ്ടാവില്ല, ഒരു 50 മീറ്റർ കൂടുതൽ ബാക്കിയുണ്ട്. ഇവിടെ നിന്ന് ക്ലീൻ ആക്കിയിട്ട് ഈ സൈഡിൽ മാസ്റ്റിക് പാഡ് ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു വ്യത്യാസം വന്നത് എന്താ വെച്ചാൽ ഇത് നമ്മൾ ആ 2 സൈഡിലും, ആ സൈഡിലും പണി കഴിഞ്ഞിട്ടുണ്ട്, ഈ സൈഡിലും പണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വിടുത്ത് ആദ്യം പാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോട്ടക്കൽ ബൈപ്പാസ് ഒക്കെ പാലുണ്ടാക്കിയതിന് ശേഷം അപ്പുറത്ത് മണ്ണിട്ടേറുന്ന പണികൾ തീർന്നു. അതേപോലെ വട്ടപ്പാറ വാഡറ്റിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ഈ 2 സൈഡിലുള്ള വീതി കണക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അധികം വല്ലാത്ത ചുമ. ഇതിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ അതിനകത്രം ഗ്യാപ്പ് ഉണ്ടാവില്ല. ആ ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു കോൺക്രീറ്റ് ബാരിയർ ഇതിൽ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് മൊത്തം മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ബിറ്റുമിൻ സ്പ്രേ ചെയ്ത് ബിറ്റുമിൻ കോൺക്രീറ്റ് ബീസ് ചെയ്യുന്ന പണികൾ ഉടനെ ഉണ്ടാകുന്നതാണ്. ഇത് കഴിഞ്ഞ മാർച്ച് അവസാനത്തോട് കൂടിയിട്ട് പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ട്രാഫിക്കിന് തുറന്നു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ SIR ഈ ഒരു നിർമ്മാണ മേഖലയെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. ആദ്യം ബീഹാറിൽ ഇലക്ഷനായ സമയത്ത് ഒരുപാട് തൊഴിലാളികൾ ഇവിടുന്ന് പോയി. ഇവിടുന്നല്ല, ഒരുവിധം നമ്മുടെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ മാത്രമല്ല കേട്ടോ, ഈ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാൻ പറ്റും. ദേശീയപാതയുടെ നിർമ്മാണത്തിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ബീഹാർ ഇലക്ഷൻ ആയപ്പോൾ കുറച്ച് ആൾക്കാർ പോയി. പിന്നെ കൊൽക്കത്തയിൽ വെസ്റ്റ് ബംഗാളിൽ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ്. കൊൽക്കത്ത അങ്ങനെ ആയി മനസ്സിലെപ്പോഴും കൊൽക്കത്ത കേട്ടോ കേട്ടോ. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്. അതേപോലെ ആസാമിൽ ഇലക്ഷനാണ്. അപ്പോൾ ഈ പണിക്കാർ നമ്മളവിടെ ഉള്ളതുപോലെ വോട്ട് ചെയ്യാഞ്ഞാൽ രാജ്യത്തുനിന്ന് പുറത്തു പോകേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരൻ ആണെന്ന് തെളിയിക്കാൻ പറ്റൂല എന്നുള്ളതുകൊണ്ട് പണിക്കാരൊക്കെ നാട്ടിലേക്ക് പോയി. അപ്പോൾ ആ ഒരു പണിക്കാരെ ക്ഷാമം, മാൻ പവർ ആണല്ലോ അതിൻ്റെ മെയിൻ. മിഷനറീസ് ഉണ്ടായിട്ട് കാര്യമില്ല, മാൻ പവർ തന്നെ വേണം. അപ്പോൾ ഒരുപാട് തൊഴിലാളികൾ അങ്ങനെ പോയി. അപ്പോൾ അതുകൊണ്ടൊക്കെ ആ സംഭവങ്ങളൊക്കെ ഈ ഒരു പണിയെ നേരം വൈകുന്നതിന് താമസിച്ചു. പണിയെ നേരം വൈകിയെന്ന് ഞാൻ പറയുന്നില്ല. ഏകദേശം എത്ര മാസമായി? 10 മാസം. അതിൽ 2 മാസം മണ്ണ് മാറ്റാനും മറ്റുള്ള നടപടികളും മണ്ണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും മാസം എത്രയായാലും നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. മെയ് മാസത്തിലാണ് ഇത് തകർന്നു വീണത്. ആ ഒരു മാസം, അത്ര മാസത്തിനുള്ളിൽ 2 മാസം എന്തായാലും മണ്ണ് മാറ്റുന്നതും അതേപോലെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മാസം അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ 2 മാസങ്ങൾ മണ്ണ് നീക്കുന്നതും മറ്റായിട്ട്. എന്തായാലും അത്ര വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് ഈ ഒരു പാലത്തിൻ്റെ പണികൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ SIRന്റെ പ്രശ്നം ഈ ഒരു ഭാഗത്ത് മാത്രമല്ല കേട്ടോ, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒരുപാട് തൊഴിലാളികൾ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ കൂരാട് പാടാണ്, ഇതൊക്കെയാണ് ഇവിടെയാണ് ആ പൊന്തിയത്. അപ്പോൾ ഇവിടെയുള്ള അന്ന് നല്ല മണ്ണിട്ടുയർത്തുന്ന പണികളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയല്ലോ. ആ മണ്ണ് ഫുള്ള് കുറച്ച് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്, കുറച്ചും കൂടെ നീക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണിങ്ങനെ ഇവിടുന്ന് നീക്കുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് വെക്കാനുള്ള സംവിധാനങ്ങൾ വരെ ഇവിടെ റെഡി ആയി. ഇപ്പോൾ ലൈറ്റ് വെക്കുക, ടാറിങ് ചെയ്യുക, റോഡ് മാർക്കിങ് ചെയ്യുക, അതേപോലെ ആ സൈഡിൽ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുക, അങ്ങനത്തെ കുറച്ച് പണികളാണ് ബാക്കിയുള്ളത്. ഇത് ഡ്രെയിനേജിൻ്റെ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു ഗ്രേറ്റിംഗ് അങ്ങനല്ലേ ഗ്രേറ്റിംഗ് അത് വെക്കാനുള്ളതാട്ടോ. അതൊക്കെ ഓക്കെ, ഇവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്.
കക്കാട് സൈഡ് ആ ഒരു കൂരിയാട് അങ്ങാടിയിലുള്ള അണ്ടർപാസിന് മുകളിലേക്ക് മുട്ടിക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൊളപ്പുറം സൈഡിലേക്ക് ഇവിടെ ഈ പാലവും അപ്രോച്ച് റോഡ് തമ്മിലുള്ള മുട്ടിക്കുന്ന പണികളാണ് ബാക്കിയുള്ളത്. ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. ഷട്ടറിങ്ങിന്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ടാറിങ്ങിന്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ എക്സ്പാൻഷൻ ജോയിനിന്റെ പണികൾ കുറച്ചും കൂടി ബാക്കിയുണ്ടാവും. എന്തായാലും കൂരിയാട് ഈ ഒരു പാലത്തിന്റെ പണി നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത്. 10 മാസം കൊണ്ടാണ് 400 മീറ്റർ നീളമുള്ള 12 സ്പാനുള്ള ഈ ഒരു പാലത്തിന്റെ പണി ഈ ഒരു കോലത്തിൽ ആക്കിയെടുത്തിട്ടുള്ളത്. അതിന് പ്രത്യേകം KNRC എന്ന കമ്പനിയെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കേണ്ടതാണ്. ഇവർക്ക് ഈ ഒരു റീച്ചിൽ ഈ ഒരു പണി മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ വേഗത കൂടും. ഏതായാലും ഇവർക്കൊരു പാളിച്ച പറ്റി അതിന് പരിഹാരമായിട്ട് 400 മീറ്ററിൽ നല്ല അടിപൊളി പാലം 12 സ്പാനാണ് ഈ ഒരു പാലത്തിനുള്ളത് കേട്ടോ. അതിൽ ആ ഒരു MNBക്ക് മുകളിൽ സ്റ്റീൽ ഗാഡറാണ് വെച്ചിട്ടുള്ളത്. അത് മാത്രമാണ് നീളം കൂടിയിട്ടുള്ള സ്പാന്. മറ്റേതെല്ലാം 24 മീറ്ററുള്ള ഗാഡർ, കോൺക്രീറ്റ് ഗാഡറാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് കൂരിയാട് അങ്ങാടി. കൂരിയാട് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗം ഇതാ ഇവിടെ മുട്ടിക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈഡിലൂടെയാണ് ഇതിലേക്കുള്ള കോൺക്രീറ്റുമായിട്ടൊക്കെ വരുന്ന വാഹനങ്ങൾ ഇതിലൂടെയാണ് വരുന്നത് കേട്ടോ. അണ്ടർപാസിന്റെ അവിടെ നിന്ന് ഇടത്തോട്ട്, അതായത് കൂരിയാട്ടിൽ നിന്ന് ഇടത്തോട്ട് അങ്ങോട്ട് പിടിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ മലപ്പുറം റോഡാണ്. ദേശീയപാതയിൽ നിന്ന് മലപ്പുറം ടൗണിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ് കൂരിയാട് ഭാഗത്തു നിന്നുള്ള റോഡ് കേട്ടോ. അതിലൂടെ അങ്ങോട്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ ഒരു കൾവേട്ടിന്റെ പണി നടക്കുന്നുണ്ട്. അത് എത്ര മാസം കൊണ്ടാണ് ആ ഒരു കൾവേട്ടിന്റെ പണി നടന്നത്, ഇപ്പോഴും തീർന്നിട്ടുണ്ടോ? കറക്റ്റ് ഉത്തരം അറിയുന്ന ആളുകൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. ഇതുഞ്ഞ് SIRന്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് അറിയില്ല. ഏതായാലും ഈ ഒരു സൈഡിൽ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാലത്തിന്റെ പണി തുടങ്ങിയ സമയത്ത് നിരവധി തൊഴിലാളികളോട് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കൊൽക്കത്ത പശ്ചിമ ബംഗാളിലെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും തൊഴിലാളികൾ ഇങ്ങോട്ട് വരിക. ഇനി ഈ ഒരു ഭാഗത്താണ് കാര്യമായിട്ട് പണി നടക്കാനുള്ളത്. ഇവിടെ വെറ്റ് മിക്സിന്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമുള്ള ടാറിങ്ങിന്റെ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് മുട്ടിക്കണം. സംഭവം സെറ്റ്. ഇപ്പോഴൊക്കെ വെക്കേഷൻ സമയമാണ്. വൈകുന്നേര സമയത്തൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന സൈഡിലോട്ടോ. മറ്റേ സൈഡിലും തിരക്കുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു മലപ്പുറം റോഡിലോട്ട് ക്രോസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ടോളും കൊടുത്തിട്ടാണ് ആളുകൾ ഈ ഒരു ബ്ലോക്കിൽ പെട്ട് സഞ്ചരിക്കുന്നത്. കോഴിക്കോട് ബൈപ്പാസിലും അറുപയ പാലത്തിന്റെ ആ ഭാഗത്ത് നല്ല ബ്ലോക്ക് ഉണ്ട്. ഇപ്പം നിരവധി റീലുകളാണ് വരുന്നത്. ഈ ടോളും കൊടുത്തിട്ട് ബ്ലോക്കിലും പെട്ട് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ. എന്തായാലും സുഹൃത്തുക്കളെ, കൂരിയാട് പാലത്തിന്റെ പണി കഴിഞ്ഞോട് കൂടിയിട്ട് ഈ ഭാഗത്തെ ബുദ്ധിമുട്ടിനൊരു പരിഹാരം കാണാം. മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ പണികൾ പൂർണ്ണമായിട്ടും തീരുന്നതായിരിക്കും. ഇതും തീർന്നതാണ്. പക്ഷെ ആ ഒരു പോരായ്മ, അല്ലെങ്കിൽ അവിടെ മണ്ണ് ടെസ്റ്റ് ചെയ്യാത്ത ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പോരായ്മ ഉള്ളത് കൊണ്ട് ഇവിടെ ഇങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് ഇപ്പോൾ നമുക്കെല്ലാം ഒരു അടിപൊളി പാലം കിട്ടി. മാസ്റ്റിക് പാഡ് ഇവിടെ എല്ലാം വൃത്തിക്ക് ഒട്ടിച്ചിട്ടുണ്ട്. പല പാലത്തിന്റെ മുകളിലും മാസ്റ്റിക് പാഡ് ഒട്ടിക്കണില്ല കേട്ടോ. മാസ്റ്റിക് ഒഴിക്കുന്ന ആൾക്കാരുണ്ട്, മാസ്റ്റിക് പാഡ് ഒട്ടിച്ച് പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇത് ഇങ്ങോട്ട് മുട്ടിക്കുന്ന ഈ ഒരു പാലവും ഈ സൈഡിലുള്ള കുളപ്പുറം ഭാഗത്തേക്കുള്ള ഈ ഒരു സൈഡും തമ്മിൽ മുട്ടിച്ച് കോൺക്രീറ്റ് ആ ഒരു സ്ലാബിന്റെ പണികളാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കാനുള്ളത്. ഇവിടെയൊക്കെ വെറ്റ് മിക്സിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കൂരിയാട് പാലം 1 വർഷം ആകുന്നതിന് മുമ്പ് 400 മീറ്റർ നീളമുള്ള ഒരു പാലത്തിന്റെ പണികൾ കഴിയാൻ പോകുന്നു. അപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ ഫണ്ടും ഉണ്ടെങ്കിൽ ഇത്ര പണിയുള്ളൂ ഒരു പാലത്തിന്റെ പണി തീരാന്. ഞാനിത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. NHAയുടെ കയ്യിൽ പിന്നെ പൈസ ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. കൂരിയാട് ഇത് തകർന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ രാജ്യത്തും വേണമെന്ന് വിചാരിച്ചാൽ ഇത്ര പെട്ടെന്ന് പാലത്തിന്റെയും റോഡുകളുടെയൊക്കെ പണികൾ തീർക്കാൻ പറ്റും. വിചാരിക്കാത്തത് കൊണ്ടാണ്. ഏതായാലും ഇതേപോലെ മറ്റുള്ള റീച്ചിലെ പണികളൊക്കെ പെട്ടെന്ന് തീരട്ടെ. ഏതായാലും കൂരിയാട് 1 മാസം കൊണ്ട് റെഡിയാകും എന്നാണ് അറിയാൻ സാധിച്ചത്. പണിക്കാരില്ലാത്ത പ്രശ്നം മാത്രമാട്ടോ. കാരണം മാൻ പവർ ഉള്ളതിന് മാൻ പവർ തന്നെ വേണം. മെഷീന് മാത്രം ഉള്ളതുകൊണ്ട് കാര്യമായില്ല. മാൻ പവർ തന്നെ വേണം. ഏതായാലും കൂരിയാട് പാടത്ത് പണികൾ ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ പണികൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളൂ. സംഭവം ഏതായാലും ഉഷാറായി. അപ്പോൾ സുഹൃത്തുക്കളെ, കൂരിയാട് ദേശീയപാതയുടെ പണികൾ ഇതാ ഈ ഒരു കോലമായിട്ടുണ്ട്. ഏതായാലും ഉടനെ തന്നെ ഇതിന്റെ മുകളിലൂടെ ട്രാഫിക് പോകുന്നതായിരിക്കും, വാഹനങ്ങൾ പോകുന്നതായിരിക്കും. ട്രാഫിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കും കേട്ടോ. ഏതായാലും ഞാൻ ഇത് ആഘോഷമാക്കണത്, കാരണം ഒരുപാട് ആളുകൾ ഇത് തകർന്നു കൊടുപ്പോൾ ആഘോഷമാക്കി. ഇത് നമുക്ക് ഇനി തുറന്നു കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പിൽ കേക്ക് കട്ടിങ്ങും അതേപോലെ ഫയർ വർക്കൊക്കെ നടത്തിയിട്ട് സെറ്റാക്കണം. അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. കൂരിയാടിൻ്റെ ഇനി റോഡ് തുറന്നു കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. കുറേ നമ്മളെ വീടിന് അടുത്ത് ഏകദേശം ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മളെ വീട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്ന് ചെയ്യണമായിട്ട്. യാത്രാ ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ ഓക്കെ, ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമ്മൾ കുറച്ച് ബാക്കിലായിക്കണോന്നൊരു സംശയമുണ്ട്. സംശയമെല്ലാം ഉള്ളതാണ്. ഇനി ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ചൂടാണ്. ഓക്കെ, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ് വൈ, സീ യു അഗെയിൻ. ജയ് ഹിന്ദ്.